Welcome to our Better Parenting Awareness class. Let's build a better tomorrow with better parenting today. This is for our children. Good evening, everyone. അറിവും അനുഭവങ്ങളും പരസ്പരം പങ്കുവെച്ച് വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വളർച്ച ലക്ഷ്യമാക്കി റിതം ഓഫ് ലൈഫ് സംഘടിപ്പിക്കുന്ന ചാപ്റ്റർ 1 ബെറ്റർ പാരന്റിംഗ് എന്ന ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് മക്കളെ നല്ല രീതിയിൽ വളർത്തുകയും അവരുമായി നല്ലൊരു ബന്ധം നിലനിർത്തുക എന്നത്. അതിനുള്ള പ്രായോഗിക മാർഗനിർദ്ദേശങ്ങളാണ് ഇന്നത്തെ സെഷൻ പങ്കുവയ്ക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ആശയങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഭാരതത്തിലെ പ്രമുഖ ശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ ചിന്തകനുമായ ഡോക്ടർ TP ശശികുമാർ സാറാണ്. ISROയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായും കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായും പ്രവർത്തിച്ച അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് സ്വയം വിരമിച്ച ശേഷം യുവതലമുറയുടെ വ്യക്തിത്വ വികസനത്തിനും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനുമായി പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ അനുഭവ സംബന്ധമായ വാക്കുകൾ ഇന്നത്തെ ഓരോ കുടുംബത്തിനും വലിയ പ്രചോദനമാകുമെന്നതിൽ സംശയമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ആദരണീയ പ്രഭാഷകൻ ഡോക്ടർ TP ശശികുമാർ സാറിന്റെ അറിവും അനുഭവങ്ങളും മാർഗനിർദ്ദേശങ്ങളും നമ്മളുമായി പങ്കുവയ്ക്കുന്നതിന് സാദരം ക്ഷണിക്കുന്നു. വി വാംലി വെൽക്കം യു സർ. നിസ്വാർത്ഥരായിട്ട് പാരൻസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുന്ന കുറച്ച് പേരുടെ കൂട്ടായ്മ. എന്ത് ചെയ്യാൻ പറ്റും, എന്തായിരിക്കും നമ്മുടെ ലക്ഷ്യം, ആരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, കുട്ടികളെ വേണോ, പാരൻസിനെ വേണോ, ചിലപ്പോൾ അവരെ നോക്കുന്ന ഗ്രാൻഡ് പാരൻസിനെ വേണോ, ടീച്ചേഴ്സിനെയാണോ? ഞാൻ പറയാറുള്ളത് ടീച്ചേഴ്സ്, പാരൻസ്, സ്റ്റുഡൻസ്, ഗ്രാൻഡ് പാരൻസ്, TPSG എന്ന് പറയുന്ന 4 ഗ്രൂപ്പിനെയാണ്. അവരെ നന്നാക്കിയാൽ പലതും മാറ്റാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഡിസ്കഷനായിട്ട് മുന്നോട്ട് വന്നത് എൻ്റെ സഹോദരി ബിന്ദുവാണ്, UAE നിന്ന്. കുറേ വർഷങ്ങളായി പരിചയവും, പണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ദുബായിൽ ഓർഗനൈസ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുള്ള ബിന്ദു, രാജേട്ടൻ അവരൊക്കെ ഇപ്പം ഉണ്ട് ഇതിനകത്ത് ഗ്രൂപ്പിൽ. ഇപ്പോൾ പുതിയതായിട്ട് പരിചയപ്പെട്ടു എന്ന് പറയുന്നത് ഇപ്പം നീതു ഇന്ന് വെൽക്കം പറഞ്ഞിട്ടുള്ള നീതു. ഡൺ എ ഗുഡ് ജോബ് നീതു. ബ്രീഫും വളരെ ഗംഭീരവുമായിട്ട് പറഞ്ഞു. ഗുഡ് ഗേൾ. ഇതിൻ്റെ പിന്നിൽ മനോജുണ്ട്, ഗിരീഷുണ്ട്, ദിലീപ് ഉണ്ട്, രാജേട്ടനുണ്ട്. ഒരു ചെറിയൊരു 4-5 പേരുടെ ഒരു ഗ്രൂപ്പാണ്. ഈ ഒരു ആഴ്ചക്കുള്ളിൽ എത്തിക്കാവുന്നവരുടെ കയ്യിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രൂപ്പിലും ബാക്കിയുള്ള ഗ്രൂപ്പിലും ഗൾഫിലുള്ള കുറേ പേരുടെയും പല ഗ്രൂപ്പുകളിലും പലരും ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞ്. ഇപ്പോൾ ബഹ്റിൽ നിന്ന് ബോബൻജിയും ഒക്കെ എന്നെ ആരോ അയച്ചിട്ടുള്ള മെസ്സേജ് എനിക്ക് അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അടുത്ത സുഹൃത്തുക്കളാണ് പണ്ടുള്ള. നമ്മളിന്ന് മാതാപിതാക്കളുടെ മഹത്വം, ഇത് രാമായണ മാസവും കൂടിയാണ്. ഞാൻ കുറേ പ്രഭാഷണങ്ങൾ ഇന്ന് രാവിലെ രാമായണത്തിൻ്റെ 2 പ്രഭാഷണം കഴിഞ്ഞതേ ഉള്ളൂ. മഹത്വവും ധർമ്മവും വ്യക്തമാക്കുന്ന അനേകം റഫറൻസുകൾ ഭാരതീയമായിട്ടുള്ള തൈത്തിരീയോപനിഷത്ത് അടക്കം മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. അമ്മയ്ക്കാണ് പ്രാധാന്യം. ടീച്ചർമാർ എന്ന് പറയുന്ന ആചാര്യൻ്റെ അടുത്തൊന്നും എത്തില്ല, എന്നാലും അവർക്ക് 3-ാം സ്ഥാനമേ ഉള്ളൂ. അമ്മയെ ദൈവത്തെ പോലെ കാണുക, അച്ഛനെ ദൈവത്തെ പോലെ കാണുക, ഗുരുവിനെ ദൈവത്തെ പോലെ കാണുക എന്നൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അതിഥിയെ ദൈവത്തെ പോലെ. പക്ഷെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മാതാപിതാക്കളുടെ മഹത്വം, ജനനി ജന്മഭൂമിശ്ച സ്വർഗാത വികരീയസി എന്നൊക്കെ പറയുന്ന കാലം മറന്നുപോയി. അമ്മയും ജന്മനാടും സ്വർഗത്തെക്കാൾ മഹത്തായതാണ്. നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഗൾഫിലുള്ള ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും ചിലപ്പോൾ അതൊക്കെ. പക്ഷെ നാട്ടിൽ ഇന്ന് പ്രളയത്തിൻ്റെ കാലമാണ്. കേരളത്തിലൊക്കെ വല്ലാണ്ട് മഴ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് ചിലപ്പോൾ തോന്നും. ഞാൻ കേരളത്തിന് വെളിയിലാണ്. മനുസ്മൃതിയിലൊക്കെ പറയുന്ന ഉപാധ്യായാൻ ദശാചാര്യ ആചാര്യാണാം ശതം പിത എന്നാണ്. ഒരു ആചാര്യൻ എന്ന് പറയുന്നത് 10 ആചാര്യന്മാർ കൂടുമ്പോഴാണ് ഒരു പിതാവിന് തുല്യാവുക എന്നാണ്. സഹസ്രം തു പിതുർമാതാ, 1000 അച്ഛന്മാർക്ക് തുല്യം ഒരു മാതാവാണെന്നാണ്. അപ്പോൾ അമ്മയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ പാരൻറ്റിങ്ങിൽ എൻ്റെ അടുത്ത് വരുന്ന, പാരൻസിൽ എൻ്റെ അടുത്ത് വരുന്ന, എവിടെ ചേർക്കണം മക്കളെ, മക്കളുടെ ആദിയും വ്യാധിയും ഒക്കെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് അമ്മമാർ തന്നെയാണ്. മാതാപിത എന്ന് പറയുന്ന
അതിൽ മാതാ എന്നാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഗർഭം ധരിക്കുന്നവർ എന്നാണ്. അവരാണ് ജന്മം കൊടുക്കുന്നതും പോഷിപ്പിക്കുന്നതും സ്നേഹത്തെ വളർത്തുന്നതും ജീവൻ രൂപം നൽകുന്നതും കരുണയുടെ ആദ്യ ഉറവിടം പഠിക്കുന്നതും ഒക്കെ അമ്മയുടെ അടുത്തു നിന്നാണെന്നാണ് പറയുക. അപ്പോൾ അമ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഇമോഷണലി വീക്കാണ് എന്നാണ് പറയുക. ഇമോഷണലി വീക്കല്ല, ഇമോഷണലി ടെൻഡർ ആണെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. എന്നെയൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ പറയാറുള്ളതാണ്. അമ്മ പല തെറ്റുകളും ചെയ്ത സമയത്ത് എൻ്റെ തലയിൽ കൈവച്ചിട്ട് മോനെ നീ നാളെ നന്നാവുമെന്നാണ് പറഞ്ഞത്. നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നില്ല, പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അഫർമേഷൻസാണ്. നാളെ നന്നാവും. അതിൽ വ്യംഗ്യാർത്ഥമുണ്ട്, ഇന്ന് അത്ര പോരാ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. അച്ഛൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് സംരക്ഷണം, മാർഗനിർദ്ദേശം, ഉത്തരവാദിത്തം കൊടുക്കുക, കുടുംബത്തിൻ്റെ ധാർമ്മിക അടിസ്ഥാനം, ഇതൊക്കെയാണെന്നാണ്. പക്ഷെ ഇന്ന് എല്ലാം ഷെയർ ചെയ്യുന്നൊരു കാലത്ത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി അല്ല. അപ്പോൾ ഏറ്റവും നല്ല ഗുണം ഉള്ള അച്ഛന്മാരെയും അമ്മമാരെയും നമ്മൾ പലപ്പോഴും കാണുമ്പോൾ ഷെയർ ചെയ്തിട്ട് ചെയ്യുന്നതിനേക്കാളും, അല്ലെങ്കിൽ ഷെയർ ചെയ്യാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് വെറുതെ ഒരു അച്ഛനായിട്ടിരിക്കുക, വെറുതെ ഒരു അമ്മയായിട്ടിരിക്കുക, കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നതിന് മാർഗം കുറവാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഏറ്റവും നല്ല ക്രിയേറ്റീവായിട്ടുള്ള മക്കൾ ഏറ്റവും നല്ല ഫ്രീഡം കൊടുക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണെന്നാണ്. ഇഷ്ടം പോലെ പഠിക്കണം. ഇഷ്ടം പോലെ പഠിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഇഷ്ടം പോലെ പഠിക്കണം എന്നുണ്ട്, ഇഷ്ടം പോലെ പഠിക്കണം എന്നുണ്ട്. ഇത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ടൈം ടേബിൾ വെച്ചിട്ടാണ് പഠിപ്പിക്കുക. നമുക്ക് ഇഷ്ടമുള്ളതല്ല പഠിപ്പിക്കുന്നത്. എന്താണോ ആരോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കണം. ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന കുട്ടികളാണ് ചെറിയ പ്രായത്തിലുള്ളത്. LKG-യിലും നഴ്സറി, LKG, UKG-യിലൊക്കെയുള്ള ഏജ് 3 to grade 3 എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കുറേ സെമിനാറുകൾ നടത്തുന്ന ഒരാളാണ്. എൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അങ്ങനെയുള്ള ഹോം സ്കൂളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഞാൻ പറയാറുള്ള സാധാരണ സ്കൂളുകളിലെ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ പറയുന്നത് കീപ് ക്വയറ്റ് എന്നാണ്. അപ്പോൾ ഇഷ്ടം പോലെ ചോദിക്കാനോ ഇഷ്ടം പോലെ പറയാനോ ഒന്നും സാധിക്കാത്ത, അങ്ങനെ അടിച്ചമർത്തി വളർത്തുന്ന ഒരു കാലഘട്ടം. അത് എനിക്ക് തോന്നുന്നു എൻ്റെ കാലഘട്ടങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കാലഘട്ടങ്ങൾ പറഞ്ഞു വരുമ്പോൾ പറയാം. ഇപ്പോൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ രൂപത്തിലേക്ക്, ആ മാർഗത്തിലേക്ക് ചിലപ്പോൾ ഞാൻ പോയി വരും. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു തെറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഫ്രീഡമില്ല. അവരുടെ ജന്മനാ ഉള്ള ഉറവിടങ്ങളിൽ കാണുന്ന ചില ഉറവകളുണ്ട്, അത് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് യൂണിവേഴ്സിറ്റിയിലായിരുന്നു, ബാംഗ്ലൂരിലൊരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ 1000-ഓളം കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു 3 ബാച്ചുകളായിട്ട്. അവരിൽ പല കുട്ടികളും എൻ്റെ 1 മണിക്കൂറിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ വന്ന് കാണുകയും അതിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളതല്ല ചേർന്നത് എന്ന് അവരുടെ മുഖത്ത് നിന്ന് വായിക്കാൻ പറ്റും. ഇഷ്ടമുള്ളത് ചേരാൻ പറ്റില്ല. എന്തുകൊണ്ട് ആ ഇഷ്ടത്തിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ പലപ്പോഴും പാരൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസാണ്, ഓവർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാരൻസിന് താരതമ്യം ചെയ്യാതിരിക്കുക, തെറ്റ് ചെയ്ത് ശിക്ഷിക്കുന്നതിന് മുമ്പ് അത് എന്താണ്, എന്തിനാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് മാതൃക കാണിക്കുക എന്നൊക്കെയാണ്. എല്ലാ അമ്മമാരുടെയും കംപ്ലൈൻ്റ് ആണ്, കാർട്ടൂൺ കാണുന്നു, ഫോൺ അഡിക്റ്റാണ്. ഇതിനൊക്കെ ആരാണ് കാരണമെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഈ ഭക്ഷണ രീതി, ഒരു തരത്തിലുള്ള ഭക്ഷണം കഴിക്കാനുള്ളവരുടെ ആർത്തി അല്ലെങ്കിൽ ആ സ്വഭാവം, ഇതൊക്കെ വളമിട്ട് കൊടുത്തിട്ടുള്ളത് പാരൻസാണ്. അതുകൊണ്ട് പൂർണ്ണ റെസ്പോൺസിബിലിറ്റി പാരൻസിനാണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പിയർ ഗ്രൂപ്പ്സ്, അവരുടെ കൂടെയുള്ള കുട്ടികൾ അവരെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. പാരൻസിൽ നിന്ന് വിട്ടുമാറും. അവർ മൂല്യങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ആവശ്യത്തിന് വേണ്ട സമയത്ത് പഠിപ്പിക്കാത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ എല്ലാ ഗ്രൂപ്പിലുള്ള കുട്ടികൾ പാരൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ശ്രദ്ധിക്കാൻ പറ്റാത്തവർക്ക് ഇനി എന്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ടവർ എന്ത് ചെയ്യണം എന്നുള്ളതും ഡിസ്കസ് ചെയ്യാം. ഗൾഫിലുള്ള കുറേ കുട്ടികളുടെ ക്യാമ്പ് എൻ്റെ തറവാട്ടിൽ കണ്ണൂർ ചെറിയ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ 2013 മുതൽ 18 വരെ നടത്തിയിരുന്നു. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ക്യാമ്പില്ലേ എന്ന്. പക്ഷേ കഴിഞ്ഞ 8 വർഷം കൊണ്ട് കുട്ടികളുടെ
സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, അവരെ പൊറുപ്പിക്കാനുള്ള, അവരെ കൂടെ താമസിപ്പിക്കാനുള്ള അന്നുണ്ടായ സൗകര്യം ഇന്ന് പോരാ എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ നടത്താത്തത്. കാരണം അതിനേക്കാളും ഫെസിലിറ്റിയുള്ള സ്ഥലത്ത് ക്യാമ്പ് നടത്തിയിട്ടും ഇപ്പോൾ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തുണ്ടായ പല കുട്ടികളുടെയും വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും 1-2 ദിവസം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും, പക്ഷേ 3-ാമത്തെ ദിവസം മുതൽ അഡ്ജസ്റ്റ് ചെയ്യുകയും കൂടെ ജീവിക്കുകയും പഠിക്കുകയും നല്ല ഫീഡ്ബാക്ക് തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഉന്നത ശ്രേണിയിൽ ജീവിക്കുന്ന കുട്ടികളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി വളരെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഭയമാണ്. കുട്ടികൾക്ക് ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഉപദേശം കൊടുത്തിട്ടും കാര്യമില്ല, ഓൺ ദ ഗ്രൗണ്ട് അവരെ ശീലിപ്പിച്ച് പാലിപ്പിച്ച് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. എല്ലാ പണിയും, ഒരു ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളതിൻ്റെ എല്ലാ പണിയും കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഹോസ്റ്റലുകളിൽ താമസിക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആളുണ്ടാവുമായിരിക്കും. പക്ഷേ അമേരിക്കയിലൊക്കെ പോയിട്ട് പഠിക്കുന്ന കുട്ടികളെ നമുക്കറിയാം. ആ പഠിക്കുന്ന കാലത്ത് ഹോസ്റ്റലിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അവിടെ അന്ന് പഠിക്കാൻ പറ്റില്ല. ചെറുപ്പത്തിൽ പഠിക്കാത്തത് കൊണ്ട് സ്വന്തം വീട് ആയിട്ട് താമസിക്കുന്ന സമയത്ത് അവർ കഷ്ടപ്പെടുന്നത് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കണം, വിശ്വാസം കൊടുക്കണം, കുട്ടികൾക്ക് സുരക്ഷിതത്വം കൊടുക്കണം, അതിൻ്റെ കൂടെ തന്നെ നല്ലപോലെ പണിയും കൊടുക്കണം. ഏറ്റവും നല്ല മക്കളെ വളർത്തുന്നത് അവർ സോഫ്റ്റായിട്ട് വളർത്തുകയല്ല വേണ്ടത്, എനിക്കൊന്ന് ഹാർഡായിട്ടാണ് വളർത്തേണ്ടത്. ചിലപ്പോൾ ചെറിയ ശിക്ഷകളും ആ ശിക്ഷകളോടുള്ള ഭയവും മാതാപിതാക്കളുടെ സ്നേഹവും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ചിലപ്പോൾ ടീനേജിലെത്തുമ്പം അവർ കൈവിട്ടു പോകും. അത് പോവാതിരിക്കണമെങ്കിൽ ആ സ്നേഹത്തിന് അർഹരാണെന്നും തിരിച്ചു കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണെന്നും അവർ മനസ്സിലാക്കിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സമയമില്ല എന്നൊക്കെ പറയുന്നത് വളരെ ഒഴിവ് പറയുന്നൊരു വാക്കാണെന്നാണ് ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ളത്. വേണമെങ്കിൽ എല്ലാത്തിനും സമയം കണ്ടെത്താൻ സാധിക്കും. വളരുന്നത് നല്ല വിദ്യാർത്ഥികളായിട്ടാവരുത്, നല്ലപോലെ പഠിച്ച് കുറേ നല്ല ജോലി കിട്ടണം എന്നല്ല മക്കളോട് പറയേണ്ടത്. നല്ല മനുഷ്യരായിട്ട് വളരണം എന്നുള്ളതാണ്. നല്ല മനുഷ്യരായാൽ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല വിദ്യാർത്ഥിയും നല്ല പഠിതാവും ഒക്കെ ആയി മാറും. നമ്മൾ കാലം കടന്നു പോകുമ്പോൾ നമ്മളെ വിട്ടുപോകില്ല എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ സംരക്ഷിക്കണം, അവർക്ക് സന്തോഷം നൽകണം. അവരുടെ സന്തോഷം കണ്ട് നമ്മൾ സന്തോഷിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രാധാന്യമാണ്. കുട്ടികളെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ്, അവരെ ഇങ്ങനെയൊക്കെ ആക്കണമെന്ന് പറയുന്നതിന് മുമ്പ് ഓരോ മാതാപിതാവും നല്ല അച്ഛനും നല്ല അമ്മയുമായിട്ട് മാറുകയാണ് വേണ്ടത്. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്യുക, ഒരച്ഛനും അമ്മയും ഇളയ കുട്ടി കൂടെ ഉണ്ട്. അവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായതാണ്. പക്ഷെ മൂത്ത കുട്ടിയെ ഈ ട്രെയിനിലിരുന്ന് അമ്മ ഷൗട്ട് ചെയ്യുന്നത് ആ കമ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും കേൾക്കാമായിരുന്നു. എങ്ങനെയാണ് തൊട്ടടുത്തില്ലാത്ത, കൂടെ അല്ലാത്ത എവിടെയോ ഉള്ള ഒരു കുട്ടിയെ, ചിലപ്പോൾ ഹോസ്റ്റലിലാവാം, ചിലപ്പോൾ വീട്ടിലാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ടുള്ളാവാം, പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അടുത്തിരിക്കുമ്പോൾ നല്ലപോലെ വഴക്ക് പറഞ്ഞാലും ദൂരെ ഇരിക്കുന്ന സമയത്ത്, അവരൊറ്റക്കാവുന്ന സമയത്ത് ആ ഒരു ബാക്കിയിരിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു അച്ഛനും അമ്മയും എന്നോട് പെരുമാറിയത് എന്നുള്ള ഒരു തോന്നലായിരിക്കും അവരിലുണ്ടാവും. അതുകൊണ്ട് സ്നേഹം കൊടുക്കുമ്പോൾ അത് തിരിച്ചു കിട്ടും. വളർത്തുന്ന കുട്ടികളിൽ മുഴുവൻ ഉത്തരവാദിത്തം വളർത്തുന്ന അച്ഛനും അമ്മയ്ക്കുമാണ് എന്ന് പറയാതെ വയ്യ. എങ്ങനെയാണ് കുട്ടികൾ വളർത്തേണ്ടത്? വളർത്താൻ ശ്രമിക്കരുത് എന്നാണ് ഞാൻ പറയാം. നമ്മൾ പാർട്ട് ഓഫ് പാരൻറ്റിങ് എന്നാണ് പേര്. എങ്ങനെ പാരൻറ്റിങ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഞാൻ ആ ടൈറ്റിൽ കൊടുത്തതൊക്കെ ആക്സെപ്റ്റബിൾ ആണ്, പക്ഷേ എനിക്ക് പറയാനുള്ളത് കുട്ടികളെ വളർത്താൻ ശ്രമിക്കരുത് എന്നാണ്. കുട്ടികൾ വളർന്നോളും. എല്ലാ ഇലകളും, എല്ലാ പൂക്കളും, എല്ലാ ചെടികളും, എല്ലാ കിളികളും, എല്ലാ മൃഗങ്ങളും വളരുന്നത് പോലെ മനുഷ്യനും വളരും. പക്ഷെ അവർക്കുള്ള മികച്ച മാതാപിതാക്കളാവാൻ ശ്രമിച്ചാൽ, ആർട്ട് ഓഫ് പാരൻറ്റിങ് അല്ല, ആർട്ട് ഓഫ് ബീയിങ് എ ഗുഡ് പാരൻ്റ് എന്നാണ്. അതായാൽ മാതാപിതാക്കൾ വളരുമ്പോൾ നല്ല കുടുംബം, നല്ല സമൂഹം, നല്ല സ്വഭാവം ഒക്കെ രൂപീകരിക്കപ്പെടാൻ ശ്രമിക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റോൾ മോഡലായിട്ട് അച്ഛനും അമ്മയും മാറണമെന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ സാധാരണ 21-ാം നൂറ്റാണ്ടിൻ്റെ കാര്യമാണ് പറയാറ്. 21-ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസം, 21-ാം നൂറ്റാണ്ടിലെ പാരൻറ്റിങ് എന്നൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത്. ഞാനതിനെതിരാണ്.
കാരണം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ 8 വർഷത്തിലുണ്ടായ മാറ്റം ഒരു അസാധ്യ മാറ്റമാണ്. അത് നമുക്കറിയാം. കോവിഡ് വന്നിട്ടുണ്ട്, ലോകവുമായിട്ടുള്ള പരിചയം കുട്ടികൾക്ക് കൂടി, ആൾക്കാരെല്ലായിടത്തും സഞ്ചരിക്കുന്നത്, തൊട്ടടുത്ത വില്ലേജിൽ സഞ്ചരിക്കുന്നത് പോലെയാണ് രാജ്യങ്ങളിൽ ചുറ്റിയടിക്കുന്നത്. ലോകം എന്ന് പറയുന്നത് തന്നെ ഒരു കുടുംബമായി, നമ്മൾ പണ്ട് വസുദൈവ കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നാണ് ആ കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വേൾഡ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡെഫിനിഷനാണ്, 3rd decade of 21st century എന്നാ പറയാം. 21st century അല്ല, 3rd decade of 21st century. അപ്പോൾ അതിന് 3-2-1 വേൾഡ് എന്നാണ്. എൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട്. ഏർലി ചൈൽഡ് കെയർ, ഏജ് 3 to grade 3 in 3-2-1 വേൾഡ്, ഹൗ ടീച്ചേഴ്സ് ഹാവ് ടു മോൾഡ് ദംസെൽസ് ഇൻ 3-2-1 വേൾഡ്, സൈക്കോളജി ഇൻ ദ 3-2-1 വേൾഡ്, മെൻറ്ററിങ് ഇൻ ദ 3-2-1 വേൾഡ്. ഇങ്ങനെ വ്യത്യസ്തമായ പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ 3-2-1 വേൾഡ് എന്ന് ഞാൻ ഇട്ടിരിക്കുന്നൊരു പേരാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സമകാലികമായിട്ടുള്ള കുടുംബജീവിതത്തിലെ വെല്ലുവിളികൾ പണ്ടുണ്ടായിരുന്നത് പോലെയല്ല. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വല്ലാതെ മാറ്റം സംഭവിച്ചിരിക്കുന്നു. നമ്മൾ പറയാറുണ്ട് ജെൻസി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു പേരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ജനറേഷന് കൃത്യമായിട്ട് പേരുണ്ട്. ആ പേരുണ്ടാവാൻ കാരണം തന്നെ അവരുടെ ജീവിതശൈലിയിൽ അതിവേഗം മാറ്റം വരുന്നുണ്ട് എന്നാണ്. സാങ്കേതിക വിദ്യകൾ എത്ര ഫാസ്റ്റായിട്ടാണോ മാറുന്നത്, ആഗോളവൽക്കരണം എത്ര ഫാസ്റ്റായിട്ടാണോ. പണ്ടൊന്നും ജനങ്ങൾ ഇങ്ങനെ പുറത്ത് പോയിട്ട് പഠിക്കാറില്ല, പുറത്ത് സിറ്റിസൺഷിപ്പ് എടുക്കാറില്ല. ഇപ്പം ആഗോളവൽക്കരണം പൂർണ്ണമായിട്ടും പ്രാക്ടിക്കലായിട്ട് മാറിയിരിക്കുന്നു. തൊഴിൽ രീതികളിൽ കുറേ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ ഘടനയിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം, ഇപ്പോൾ റീലുകൾ 3 മിനിറ്റ് കൊണ്ട് തീരാവുന്ന സിനിമകളടക്കമുണ്ട്. 2.5 മണിക്കൂറിൻ്റെ സിനിമയൊക്കെ പോയി. അപ്പോൾ കുട്ടികൾക്ക് ഫാസ്റ്റായിട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി, ക്ഷമയില്ല എന്നുള്ളതിൻ്റെ ഒരു ടെൻഡൻസി നമ്മുടെ എല്ലായിടത്തും കാണാൻ പറ്റും. പിന്നെ കുറേ സൈക്കോളജിസ്റ്റുകൾ, ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഈ മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറയുന്ന പോലെയാണ്. മിക്കവാറും കുട്ടികളുടെ പ്രശ്നങ്ങൾ വരുമ്പം അച്ഛനും അമ്മയും സൈക്കാട്രിസ്റ്റിനോ സൈക്കോളജിക്ക് ഒക്കെ കൊണ്ട് കാണിക്കും. അങ്ങനെ കുറേ കുട്ടികൾ എനിക്കറിയാം. അവർക്ക് സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും മരുന്ന് കൊടുക്കും. സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ അവർ സയൻസ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒന്നും പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ചുളുവിൽ ഒരു BA സൈക്കോളജി കഴിഞ്ഞ് MA സൈക്കോളജി പഠിച്ചാൽ എന്ത് പറ്റും എന്ന് വിചാരിച്ചാൽ ഈ കുട്ടികളൊക്കെ അവരുടെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആ ഭയം, അത് പഠിക്കാൻ പറ്റാത്തത്, ഇത്തരം പ്രശ്നങ്ങളുമായിട്ടാണ് കൗൺസിലിങ്ങിനും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും പോവുക. അപ്പോൾ അവർ ഏത് നിലയിലാണ് നിൽക്കുന്നത്? അവർക്ക് പഠിക്കാൻ പറ്റാത്തൊരു വിഷയം പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വേറൊരാൾ പറയുമ്പോൾ എന്ത് പറയും? അത് വലിയ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്, എനിക്കും അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഏറ്റവും എളുപ്പം സൈക്കോളജി പഠിക്കലാണ് പറയും. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു മെയിൻ സ്ട്രീം ഫീൽഡിൽ നിന്നും പറയാൻ പറ്റാത്ത പല ഫീൽഡുകളും പലരും എടുത്ത് പഠിക്കുന്നത് ഇത്തരം ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന് പറയാതെ വയ്യ. അല്ലാതെ യൂണിവേഴ്സിറ്റിക്കോ ഗവൺമെൻറ്റിനോ ജനങ്ങൾക്കോ വലിയ ഉപകാരമുള്ള കുറേ ഫീൽഡുകളൊന്നും അല്ല ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ അതിലേക്ക് തിരിച്ചുവിടുകയാണ്. കാരണം യൂത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഞാനൊക്കെ ചെറുതാകുന്ന കാലത്ത് എത്രയാണോ ഗ്രാജുവേറ്റ്സ് അത്രയും ഗ്രാജുവേറ്റ്സിന് ജോലി വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഈക്വൽ ആയതുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടും. ഇന്നതല്ല സ്ഥിതി. 1 കോടി ഗ്രാജുവേറ്റ്സ് ഇറങ്ങുമ്പോൾ 3 പേർക്കാണ് ഒരു 2050-30 ആകുമ്പോഴത്തേക്കൊക്കെ ജോലി കിട്ടുക എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അപ്പോൾ 0.3% ആണ് ജോലി കിട്ടാനുള്ള സാധ്യത. അപ്പോൾ നല്ല സ്കില്ലില്ലാതെ, നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, ഡിസൈനിങ് എബിലിറ്റിയുള്ള, ഇന്നവേറ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ മീൻ ജോബിലേക്ക് തരം താഴ്ത്തപ്പെടും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതിനെന്ത് വേണം? കുട്ടികൾ കുറേ ഫ്രീഡം വേണം. വികാര പ്രകടനങ്ങൾ വ്യത്യസ്തമായിട്ടാണ് കാണിക്കുക പുരുഷന്മാരും സ്ത്രീകളും. ആ ഗവേഷണം കൃത്യമായിട്ട് പറയുന്നത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വ്യത്യസ്തമായിട്ടുള്ള ഓരോ തരത്തിലുള്ള സ്വഭാവ രൂപീകരണം ഉണ്ടാവാറുണ്ട്. നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോഴും ലേഡീസിൻ്റെ സൈക്കോളജിയും ജെൻസിൻ്റെ സൈക്കോളജിയും ഒക്കെ സെപ്പറേറ്റ് ആണ് പഠിക്കുക. അതിന് കാരണം തന്നെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാലഘട്ടത്തിൽ, ഓരോ പ്രായത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ വ്യത്യസ്തമായിട്ടും മനസ്സിലാക്കാനുള്ള കഴിവ് ഓരോ കൗൺസിലിങ്ങിനും, ഓരോ സൈക്കാട്രിസ്റ്റിനും, ഓരോ സൈക്കോളജിനും. ഞാനൊരു സൈക്കോ തെറാപ്പിസ്റ്റാണ്. അപ്പോൾ ഓരോ കുടുംബത്തോടും നമ്മൾ ചെലവഴിക്കുന്ന സമയം, ആ സമയത്ത് ഷെയർ ചെയ്യുന്നത്, അവരെ അകത്തി നിർത്തുന്നത്, അവർക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ, മാതാപിതാക്കളുടെ ശ്രദ്ധ, അവരുടെ ഡ്രസ്സ്, അതിൻ്റെ രീതികൾ, ഇതൊക്കെ കൃത്യമായിട്ട് നോക്കിക്കാണാൻ സാധിക്കുന്ന തരത്തിൽ പാരൻറ്റിങ്ങിന് എന്നുള്ള വാക്കുപയോഗിക്കണം. പാരൻസ് എങ്ങനെ വേണം
റോൾ മോഡൽ ആവാൻ എന്നുള്ളതിന് വലിയ ശ്രദ്ധ നമുക്ക് അത്യാവശ്യമാണ്. കാരണം വേറെ ആരെക്കാളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അച്ഛനും അമ്മയും തന്നെയാണ്. എനിക്ക് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാനും, അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം എൻ്റെ ഭാര്യയുമാണ് ഏറ്റെടുക്കേണ്ടതെന്നാണ്. രണ്ടുപേരും ജോലി ചെയ്യുന്ന കുടുംബങ്ങളിൽ ഇന്ന് ഭർത്താവിനും ഭാര്യയും രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ഡേ കെയറിലാണ് അയക്കുക. ഞാൻ പറയാറുള്ളത്, നമുക്ക് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് കുട്ടികളാണെങ്കിൽ അവരെ നമ്മൾ ഏറ്റവും ചെറുപ്പത്തിൽ ആ ടെൻഡർ സമയത്ത് ഏജ് 3 to grade 3 എവിടത്തേക്കാണ് അയക്കേണ്ടത്, ആരുടെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്, അവർ വിദ്യാഭ്യാസമുള്ളവരാണോ, അവർ കുട്ടികളെ മെൻറ്റർ ചെയ്യാൻ പറ്റുന്നവരാണോ, അവരുടെ ലൈവിലി ഇരിക്കുന്ന ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ ആരുടെ കൂടെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. അത് കിൻഡർ ഗാർട്ടൻ പോലെയുള്ള കീപ് ക്വയറ്റ് എന്ന് പറയുന്ന സ്ഥലം, ഒരു ലോജിക്കുമില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിക്കുന്ന സ്ഥലം. അതിന് പകരം സാധാരണ പറയാറുള്ളത് ഏജ് 3 to grade 7 ഞാനും എൻ്റെ കുടുംബവും എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ ചുറ്റുവട്ടത്തെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാവണം വിദ്യാഭ്യാസം എന്നാണ്. അതല്ല എന്നുള്ളത് വിദ്യാഭ്യാസപരമായിട്ടുള്ള മാറ്റമുണ്ട്. ഇനി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പാരൻസ് എന്ത് ചെയ്യണം? അതിനുള്ള ഔട്ടിങ്ങും അതിനുള്ള സത്സംഗവും വെക്കേഷനും ഹോളിഡേയും ഓരോ ദിവസം ക്ലാസ് കഴിയുമ്പോഴും അതിനുള്ള സമയം ചെലവഴിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന് പകരം വീട്ടിലെത്തുമ്പോഴത്തേക്ക് ട്യൂഷനായി, അത് കഴിഞ്ഞാൽ പിന്നെ ഹോംവർക്കായി, ഇതൊക്കെ ഒഴിവാക്കുന്ന തരത്തിൽ വളരെ ലൈറ്റായിട്ട് കുട്ടികളെ 7ാം ക്ലാസ് വരെയെങ്കിലും നോക്കാൻ സാധിച്ചാൽ പൂർണ്ണ ബോധമുണ്ട് അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നടത്തിയ ക്യാമ്പിൽ 68 കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഹോം സ്കൂളിംഗ് നടക്കുന്ന ഒരു പയ്യൻ, 10ാം ക്ലാസ് വരെ എത്തിയിട്ടുള്ള പയ്യൻ, അവനാണ് അവിടുത്തെ ഏറ്റവും നല്ല സ്റ്റുഡൻ്റായിട്ട് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് ആലപ്പുഴ നടത്തിയ ക്യാമ്പിൽ ഒരു കുട്ടി 10ാം ക്ലാസ് വരെ നോർമൽ സ്കൂളിലാണ് പോയത്. വലിയ മോഹങ്ങളുണ്ട്, എവിടെ പോകണം പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മോഹത്തിന് വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി, നീ ഏതെങ്കിലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇല്ലാണ്ടാവുകയാണ് ചെയ്യാന്ന് പറഞ്ഞത്. ഹോം സ്കൂളിലേക്ക് ഞാൻ നിർബന്ധിക്കുകയാണ് ചെയ്തത്. പിന്നെ അടുത്ത ആഴ്ചയാകുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും കണ്ടു, കൺവിൻസ് ചെയ്തു, സമാധാനമായി. അപ്പോൾ സ്ഥിരമായിട്ട് ഹോംവർക്ക് കൊടുക്കുകയാണ്. ആ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് എപ്പോഴാണ് തോന്നുന്നത് അപ്പം ചെയ്താൽ മതി, ഇത്ര സമയത്ത് സബ്മിറ്റ് ചെയ്യണം, സബ്മിറ്റ് ചെയ്യാത്തത് എന്താണ്, അങ്ങനെ ഒരു ചോദ്യമില്ല. പക്ഷെ ഒരിക്കലും ചോദിക്കേണ്ടി വന്നിട്ടില്ല. അത് ഇൻട്രസ്റ്റോടു കൂടി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ടാണ് തരുന്നത്. അതിൻ്റെ ക്വാളിറ്റിയോ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഉണ്ടായിട്ടുള്ള ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞത് ഫിനോമിനലായിട്ട് കൂടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ലാംഗ്വേജ് സ്കില്ലും ജനറൽ നോളജും ഒക്കെ കൂടുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന വലിയ മോഹം, സിവിൽ സർവീസ് ആവണമെന്നൊക്കെയാണ് മോഹം, അത് സാധിക്കുമെന്നതാണ്. മൊബൈൽ ഉപയോഗിക്കണം, സോഷ്യൽ മീഡിയ വേണം, ഗെയിമിംഗ് വേണം, AI വേണം, യൂട്യൂബ് വേണം, ഒന്നും വേണ്ടാന്നല്ല. ഡിജിറ്റൽ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ഒരു കുട്ടിയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് എന്നൊക്കെ പറയുന്ന ലോകത്തിൻ്റെ ഫിലോസഫി സൈക്കോളജിയൊക്കെ നോക്കിയാൽ അമേരിക്കയിൽ ഒരു കുട്ടികളും ഇതിൽ അഡിക്റ്റ് അല്ല. പക്ഷേ ഇന്ത്യയിലെ എല്ലാ കുട്ടികളും അഡിക്റ്റാണ്. അമേരിക്കയിലെ കുട്ടികൾ ഏറ്റവും നല്ല സുന്ദർ പിച്ചയുടെയൊക്കെ, നമ്മുടെ ഏറ്റവും വലിയ ടെക്നോളജിസ്റ്റിൻ്റെ ഒക്കെ മക്കൾ പഠിക്കുന്നത് ഹോം സ്കൂളിങ്ങിലാണ്. അവർ ടെക്നോളജി ഉപയോഗിക്കാറില്ല. ഞാൻ ഒരു Gmeet വിളിക്കണമെന്ന് കേരളത്തിലൊരു കുട്ടിയോട് പറഞ്ഞാൽ ഉടനെ തന്നെ ചിലപ്പോൾ വരും. അമേരിക്കയിലൊരു കുട്ടിയോട് ചോദിച്ചാൽ അവർ അച്ഛനോട് ചോദിക്കട്ടെ, പെർമിഷൻ മേടിക്കട്ടെ, ഡിജിറ്റൽ അവൈലബിൾ അല്ല, എനിക്ക് ലോഗിൻ ഇല്ല, എനിക്ക് ഈ ഫെസിലിറ്റി ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. പക്ഷേ ഒരു പ്രായം കൂടി കഴിയുമ്പോൾ ആ ടെക്നോളജിയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് ഹെഡ്, ഹാർട്ട്, ഹാൻഡ്, ഇത് മൂന്നും ഉപയോഗിച്ചിട്ടുള്ള ആക്ടിവിറ്റികളാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് പണ്ട് നല്ലപോലെ ഉണ്ടായിരുന്നത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. അതുകൊണ്ടാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ ഗ്രാൻഡ്മ ചൈൽഡ് കെയർ ശിക്ഷ ഗുരുകുലം എന്ന് പേരിട്ടത്. ആ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മാവന്മാരും അമ്മായിമാരും ഒരു കൂട്ടുകുടുംബത്തിന് ആ അനുഭവങ്ങൾ പങ്കിടുന്ന സമയത്ത് ഒരു വെർട്ടിക്കൽ മിക്സിങ്, വ്യത്യസ്തമായ പ്രായക്കാർ തമ്മിലുള്ള കൂട്ടായ്മ, അതൊക്കെ മിസ് ചെയ്യുന്ന കുട്ടികൾ എന്തെങ്കിലും തരത്തിൽ വല്ല വിധേനയും അവർക്ക് ചെറിയ മാറ്റങ്ങൾ, അവരുടെ ഡയറക്ഷൻ നമ്മൾ വിചാരിക്കുന്ന പോലെ പോകുന്നില്ല എങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിട്ട് അത് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ള പ്രോസസ്സിലേക്ക് പോകുന്നതിന് പകരം അവരെ കുറ്റപ്പെടുത്തുകയും, ആ കുറ്റപ്പെടുത്തുന്ന ബോധം അച്ഛനും അമ്മയും ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും ആരുടെടുത്തേക്ക് പറഞ്ഞു വിട്ടാലും, ഏത് മെൻറ്ററുടെ അടുത്തേക്കായാലും, ഏത് ക്യാമ്പുകളിൽ പോകുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവരുടെ അച്ഛനും അമ്മയും സ്ഥിരം കുറ്റം പറയുന്നവരാണെന്ന്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതും അനുസരിക്കും. അപ്പോൾ അനുസരണശീലം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായാൽ തന്നെ ബാക്കിയുള്ള മാറ്റങ്ങളൊക്കെ എത്ര വലിയ കുഴിയിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ തലമുറകളുടെ ഈ വ്യത്യാസം, മാതാപിതാക്കൾ വളർന്ന കാലം, ഇപ്പോഴുള്ള കാലം,
ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പുസ്തകങ്ങൾ വായിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് വായിക്കേണ്ട, ഡോക്യുമെൻ്ററി കണ്ടാൽ മതിയെന്ന്. കാരണം ഇപ്പം കുട്ടികളോട് പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയുന്നത് മണ്ടത്തരാണ്. ടെലിവിഷൻ ഉണ്ട്, ഇപ്പം കത്തെഴുതണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഇമെയിൽ അയക്കാമെന്ന് പറഞ്ഞല്ലേ നല്ലത്. സോഷ്യൽ മീഡിയ തൽക്ഷണം വിവരം അറിയിക്കാൻ സാധിക്കുന്ന സമയത്ത് നമ്മൾ കത്തെഴുതേണ്ട കാര്യമൊന്നുമില്ല. ഒരു നൊസ്റ്റാൾജിയക്ക് വേണമെങ്കിൽ അത് ഉണ്ടായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് മാത്രം. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ കുടുംബങ്ങൾ കുറേ എനിക്കറിയുന്നവരാണ്. അവരുടെ ജോലി സമ്മർദ്ദം, അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, ദീർഘമായിട്ടുള്ള സമയം ട്രാഫിക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴത്തേക്ക് വൈകും. അപ്പോൾ മക്കൾ എന്താ ചെയ്യുന്നത് തന്നെ അച്ഛനും അമ്മക്കും അറിയില്ല. ചിലപ്പം അവർ വീട്ടിലുണ്ടാവുമായിരിക്കും. നിങ്ങൾ എന്ത് CCTV വെച്ചാലും അതിനെയൊക്കെ കടന്നിട്ടുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ അതിനെയൊക്കെ കടക്കാൻ സാധിക്കുന്ന കുതന്ത്രങ്ങൾ നല്ലപോലെ മക്കൾക്കറിയാം. അപ്പോൾ മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നല്ലപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം മാത്രം കിട്ടുമ്പോൾ, മാതാപിതാക്കൾ മുത്തശ്ശിമാർ തമ്മിലുള്ള ബന്ധം ഈ ഭൂമിയുടെ ദൂരം എത്രയാണോ അത്രയും വേണമെങ്കിൽ ഓൺലൈനായിട്ട് എന്നും സംസാരിക്കാം. പക്ഷേ ആ സാഹചര്യമോ സൗകര്യമോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതെ ആ ബന്ധം ഉണ്ടാവാതെ ഇരിക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു മാറ്റം, വെക്കേഷൻ കിട്ടുന്ന സമയത്ത് പോവുക, അവരുടെ കൂടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുക, അപ്പോൾ ഒക്കെ പോക്കറ്റിൽ കാശിൻ്റെ എണ്ണം പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ബന്ധത്തെക്കാൾ കൂടുതൽ കാശാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഇടപെടുന്ന സാഹചര്യത്തിൽ അവർ പഠിച്ചിട്ടുള്ള സാഹചര്യവും സ്കൂളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരത്തിൽപ്പെട്ടിട്ടുള്ളവരുമായിട്ടുള്ള ഇടപെടൽ ഇന്ത്യയിൽ ചിലപ്പം അങ്ങനെ ഉണ്ടായിരുന്നു വരില്ല. എല്ലായിടത്തും ഉണ്ട് പ്രോബ്ലംസ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. അതിൽ വ്യത്യസ്തതയുണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. കരിയറിനെയും കുടുംബജീവിതത്തെയും എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാത്ത, കാരണം പഠിച്ചിട്ടുള്ള അമ്മ ഇപ്പം ചെയ്യുന്ന ജോലി വേറെ ആയിരിക്കും, അച്ഛൻ പഠിച്ചത് എന്തോ ആണ്, ഇവിടെ ചെയ്യുന്ന ജോലി വേറെയാണ്. അത് കണ്ട് വളരുന്ന മക്കൾക്ക് പഠനത്തോടും ജോലിയോടും തമ്മിലുള്ള ഒരു ആഭിമുഖ്യമോ അല്ലെങ്കിൽ ബോധപൂർണമായിട്ടുള്ള ഒരു ആശയവിനിയമം ഇല്ലാത്തത് കൊണ്ട്, സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇത് അവർക്ക് ലോകത്തിൻ്റെ നോളജ് പോലും വളരെ കുറവാണ്. ഇപ്പോൾ അടുത്ത കാലത്തൊരു സ്കൂൾ പോയിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിച്ചിട്ട് ഒരു 5 രാജ്യത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ശ്രീലങ്ക, അത് കഴിഞ്ഞിട്ട് ഒറീസ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആലോചിച്ച് നോക്കുക എന്താണ് അവരുടെ വിവരം എന്ന്. ഇനി ടീച്ചർമാർക്ക് പോലും, ഞാനിപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പോയി ക്ലാസ് എടുക്കുമ്പോൾ BA ആണ്, പൊളിറ്റിക്കൽ സയൻസാണ് പഠിക്കുന്നത് കുട്ടികൾ, LLB ആണ്. അപ്പോൾ ലോകത്തെക്കുറിച്ച് നല്ല പരിചയം വേണ്ട. ഇപ്പോൾ സയൻസ്, മാത്സ്, ഫിസിക്സ് ഒക്കെ വിടാം, കുറച്ചും കൂടി ജനറൽ നോളജ് ഉണ്ടാവുന്ന നമ്മൾ വിശ്വസിക്കുന്ന BA LLB പഠിക്കുന്ന കുട്ടികളോട് ഒരു 10-15 രാജ്യങ്ങളും ക്യാപിറ്റൽസും ചോദിച്ചപ്പോൾ ആകെ 1-2 പേരാണ്. അത്രയും കുറവാണ് കുട്ടികളുടെ വിവരം. ടീച്ചേഴ്സിൻ്റെ കൊല്ലത്ത് പോയിട്ടൊരു ട്രെയിനിങ് കൊടുത്ത സമയത്ത് ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോൾ 5 സോഷ്യൽ സയൻസ് ടീച്ചേഴ്സിന് പോലും അറിയാം. അപ്പോൾ അങ്ങനെ പാസ്സായി വന്നിട്ടുള്ളവരാണ് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാവില്ല. കൗൺസിലിങ്ങും മെൻറ്ററിങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നവർക്ക് എന്താണ് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഡിജിറ്റൽ ലോകത്തിൻ്റെ ഉത്തരവാദിത്തം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാം, പഠിക്കണമെങ്കിൽ പഠിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യവുമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അവരെ ഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം, അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന് പകരം, ഇപ്പം സാധാരണ പറയാറുണ്ട്, മോനെ ഇത് പഠിച്ചിട്ട് കളിക്കാം എന്ന് പറയുന്നതിന് പകരം, കളിക്കാനാണ് അവൻ്റെ താല്പര്യമെങ്കിൽ പഠിച്ചിട്ട് കളിക്കാം എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് കളിയെക്കുറിച്ച് ആലോചിക്കാം. അത് നേരെ തിരിച്ചൊന്ന് പറഞ്ഞാൽ, കളി കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാലോ, ആ ഒരു 5 മിനിറ്റ് കളിക്കുക അല്ലെങ്കിൽ 10 മിനിറ്റ് കളിക്കുക, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കളിയുടെ മനസ്സിൽ നിന്ന് മാറും. പഠിച്ചിട്ട് കളിക്കുക എന്ന് പറയുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് കളിയെക്കുറിച്ച്, ഈ ചെറിയ മാറ്റം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പിന്തുണ കൊടുക്കുക, മാർഗനിർദ്ദേശം കൊടുക്കുക, അതിന് വ്യത്യസ്തമായ രൂപത്തിൽ, ഭാവത്തിൽ ഇതിനെ കാണാൻ സാധിക്കണം. അതുകൊണ്ട് മെൻറ്ററിങ് എന്ന് പറയുന്നത് വലിയൊരു ട്രിക്കാണ്. പാരൻറ്റിങ് എന്ന് പറയുന്നത് അത് ഒരു അവയർനെസ് കൊണ്ടൊരു കാര്യമില്ല. ഈ പറഞ്ഞത് കൊണ്ട് കാര്യം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മളെല്ലാം കൂടെ ഇരുന്ന് അന്യോന്യം ഓർമ്മപ്പെടുത്തുന്ന ഒരു രീതിയിൽ മാത്രം കരുതിയാൽ മതി. അതല്ലാതെ ഇത് ക്ലാസ് കൊടുത്തിട്ട് നന്നാക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്നല്ല. നമ്മൾ ക്യാമ്പുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ആ ഇടപെടലുകളിലൂടെ ഒരു 4-5 ദിവസങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും പെരുമാറി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വ്യക്തമായിട്ട് വർക്ക്ഷോപ്പ് നടത്തുമ്പോഴാണ് ഇതൊക്കെ നന്നാവും. ബോധവൽക്കരണം ആവശ്യമാണ്, പക്ഷേ അത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നടക്കുള്ളൂ. ഇന്നത്തെ കുട്ടികളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് തലമുറകളുടെ വ്യത്യാസം കൊണ്ടും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങളുടെ വ്യത്യാസം, സാങ്കേതിക വികാരം കൂടുതലാണ്, ഫീലിങ്സ് കൂടുതലാണ്, സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു റിതം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമിൽ മാതാപിതാക്കന്മാർ, അധ്യാപകർ, മുത്തശ്ശന്മാർ, കുട്ടികളും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കുടുംബജീവിതത്തിൻ്റെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു ഹാർമണി, ആ ഹാർമണി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഒരേപോലെ ആകുമ്പോഴാണ്. ആ ഫ്രീക്വൻസി മനസ്സിലാക്കണമെങ്കിൽ, നല്ലൊരു ഫ്രീക്വൻസിയിൽ പെടണമെങ്കിൽ മികച്ച കുട്ടികളെ ആ ഫ്രീക്വൻസിയിലേക്ക് അടിച്ചിറക്കല്ല വേണ്ടത്,
നമ്മുടെ ഫ്രീക്വൻസിയിലേക്ക് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഏത് ലെവലിലാവണം? നമ്മൾ ഏതാണോ ഉദ്ദേശിക്കുന്നത് ആ ലെവലിലാവണം. എനിക്ക് വായനശീലം ഉണ്ടെങ്കിലേ എൻ്റെ മക്കൾക്ക് വായനശീലം ഉണ്ടാവുള്ളൂ. എനിക്ക് സ്ക്രീൻ ടൈം കുറയുമ്പോഴേ എൻ്റെ മക്കൾക്ക് സ്ക്രീൻ ടൈം കുറയുള്ളൂ. കുട്ടികളെ വളർത്തരുത് എന്നാണ് പറയുക, മനുഷ്യരായി രൂപപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ്. അപ്പോൾ എങ്ങനെ അത് നടത്താം? പഴയ തലമുറയിലെ കുട്ടികളല്ല, പുതിയ കുട്ടികളാണ്, മനസ്സിലാക്കണം. ഭക്ഷണം മാറിയിട്ടുണ്ട്, ലോകം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾ വളരെ സുരക്ഷിതമായിട്ട്, അതാണ് ബേബി എന്ന് പറയുന്നത്. അത് സ്നേഹപൂർണ്ണമായ സ്പർശം, വളരെ പരീക്ഷ, ചിരിക്കുക, സംസാരിക്കുക, ക്ഷമ, നമ്മൾ എല്ലാ അറ്റൻഷനും കുട്ടികളിലേക്കുള്ളൊരു കാലമാണ്. ആ സമയത്തും എനിക്ക് തോന്നുന്നില്ല 3 വയസ്സ് വരെ കുട്ടികൾ, ചിലപ്പോൾ ചില പാരൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് മൊബൈൽ ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഉറക്കെ ശബ്ദം കേൾപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. അത് ഒഴിവാക്കിയാൽ തന്നെ മക്കൾ ആ ഭാഗത്തേക്ക് നോക്കാണ്ടിരുന്നാൽ തന്നെ 3 വയസ്സ് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം വരില്ല. പക്ഷേ അമ്മയ്ക്ക് സമയമില്ലാത്തപ്പോൾ കയ്യിൽ കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് പകരം മൊബൈലായി മാറി, വേറെ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങൾക്ക് പകരം ടി വിയിൽ കാർട്ടൂണായി എന്ന് നമ്മൾ ചെയ്ത് തെറ്റാണ്. ഇനി ഒരു 3 വയസ്സ് മുതൽ ഒരു 3-ാം ക്ലാസ് വരെയുള്ള കാലഘട്ടം എന്നു കുറേ ചോദ്യങ്ങൾ കുട്ടികളുണ്ടാവും. എന്തുകൊണ്ട്, എങ്ങനെയാണ്, ആരാണ്, എന്താണ്, ഇത് ചെയ്യട്ടെ, തൊടട്ടെ, എടുക്കട്ടെ, അത് തൊട്ടോട്ടെ, ഇത് തൊട്ടോട്ടെ, ഓരോ സാധനം എടുത്തിട്ട് അമ്മയെ കാണിക്കുക, അച്ഛനെ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ കളിക്കാവുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ആ സമയത്താണ് നമ്മൾ നിർബന്ധപൂർവം ABCD എഴുതിപ്പിക്കുന്നത്. കുട്ടികളെ ABCD എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പോലും പ്രായമില്ലാത്ത സമയത്ത് A എന്നതൊരു ചിത്രമായി മാത്രം വരച്ച് മാത്രം പഠിക്കുന്നൊരു പ്രായമാണ്. അതാണ് നമ്മളിപ്പോൾ നടക്കുന്ന മോണ്ടിസറി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ കുട്ടികൾക്ക് ചോദിക്കാൻ താല്പര്യമുള്ള സമയത്ത് മിണ്ടാതിരിക്കൂ, നിനക്കൊന്നും അറിയില്ല, ശരിയാവില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് എടുത്ത സമയം, അടുത്ത കാലത്തുള്ള 1 വർഷമായി, ഞാൻ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ ഫോറത്തിൻ്റെ ചെയർമാനാണ്. അതിലൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ടീച്ചർ പറഞ്ഞു, എൻ്റെ സിലബസ് തീർക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ LKG എന്നാണ് പറഞ്ഞത്. അപ്പോൾ LKGയിലെ സിലബസ് തീർക്കാൻ ടീച്ചർമാർക്ക് പോലും വലിയ ബദ്ധപ്പാടുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഏജ് ഗ്രേഡ് 4 മുതൽ ഗ്രേഡ് 7 മുതൽ 10-ാം ക്ലാസ് വരെ എത്തുന്ന ആ ടീനേജ് പ്രായം എന്ന് പറയുന്നത്, ഇപ്പം പണ്ട് 13 to 19 ആയിരുന്നു, ഇപ്പം 11 to 15 ആണ് ടീനേജ് എന്നാണ് പറയാം. വ്യക്തിത്വം മാറുന്നൊരു കാലമാണ്. അപ്പോഴാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ നല്ല പോലെ വേണ്ടത്. പക്ഷെ മിക്കവാറും നടക്കാറുള്ളത്, മോനെ പഠിക്ക്, അച്ഛനും അമ്മയും മാർക്കറ്റിൽ പോയിട്ട് വരാം, മോനെ പഠിക്ക്, അച്ഛനും അമ്മയും ഒരു വിവാഹത്തിൽ പോയിട്ട് വരാം, മോനെ പഠിക്ക്, ഞാൻ ഒരു പാർട്ടിക്ക് പോയിട്ട് വരാം. അവരെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. അതൊക്കെ കൂടെ അച്ഛനും അമ്മയും യാത്ര ചെയ്യുമ്പോൾ കൂടെ യാത്ര ചെയ്ത് ബാക്കിയുള്ള സമയം പഠിച്ചാൽ മതി. കുറേ സമയം ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും നല്ലത്. കാരണം അങ്ങനെ പോകുമ്പോഴും മനസ്സ് ഇവിടെയല്ല, മനസ്സ് നിങ്ങളുടെ കൂടിയാണ്. അങ്ങനെ വിട്ടുപോകുന്ന സമയത്ത് ഉണ്ടാവുന്നത് വിശ്വാസം നഷ്ടപ്പെടുന്നു. അവരുടെ സ്വകാര്യത എന്ന് പറയുന്നത് ഒരു സ്വകാര്യത ചിലപ്പോൾ തെറ്റായിട്ട് മാറും, അതിലേക്ക് അവരെ തള്ളിവിടുന്നു. ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവർക്ക് സോഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കുറയുന്നു. ഏറ്റവും കൂടുതൽ സോഷ്യൽ സ്കില്ല് വേണ്ട സമയമാണ്. ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ അടുത്തിരിക്കുന്ന ഒരു ടീനേജർ ആണെങ്കിൽ ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ച്, പിന്നെ സൗദി അറേബ്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഹൈദരാബാദിൽ നിന്ന് 3-4 മണിക്കൂർ കൂടെ ഉണ്ടായിരുന്നു. എത്ര ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടാവും. ഒരു 3 മണിക്കൂറിന് ശേഷം ആ കുട്ടിയോട് ചോദിച്ചു ഞാൻ, ഒരു പയ്യൻ, ഹൈദരാബാദിലുള്ള പയ്യൻ, അവിടെയാണ് പഠിക്കണം, 9-ാം ക്ലാസ്സിലെ പയ്യനാണ്. കുറേ ചോദ്യം ചോദിച്ചിട്ട് അവസാനം ചോദിച്ചു, മോനെ ഒരു ചോദ്യം പോലും എനിക്ക് എന്നോട് തിരിച്ചു ചോദിക്കാനില്ലല്ലോ. അതാണ് സ്ഥിതി. കുട്ടികൾക്ക് ചോദ്യമില്ല. കാരണം എന്തൊക്കെയോ പറഞ്ഞ് കേൾപ്പിക്കുക എന്നല്ലാതെ അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അഡോളസെൻസിൽ വലിയ വ്യത്യാസം നമ്മൾ വന്നിട്ടുണ്ട് ഈ കാലത്ത്. അത് അൺകൺട്രോളബിളി കൂടുതലാണ്. യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകുമ്പോൾ സാധാരണ ഞാൻ കാണാറുള്ളത് അവരെയാണ്. അവർക്ക് വലിയ മോഹങ്ങളുണ്ട്, പക്ഷെ നഷ്ടപ്പെട്ടു പോയ കുറേ കോമ്പറ്റിറ്റീവ് വേൾഡുകൾ, അച്ഛനും അമ്മയും നിർബന്ധിച്ച് പറഞ്ഞയച്ചിട്ടുള്ള വഴികൾ, അതല്ലാത്ത കുറച്ച് കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ പറയുകയോ അല്ല ചെയ്യുന്നത്. അവിടെ മിക്കവാറും നടക്കുന്നത് ഒരു പെയറില്ലെങ്കിൽ അത് പെയറാവും. ഞാൻ പറയുന്നത് ക്യാമ്പസ് സെലക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന കോളേജുകളാണ് പലതും. ഏറ്റവും നല്ല ഹൈഫൈ കുട്ടികളൊക്കെ വരുന്ന സ്ഥലത്ത് ആദ്യം തന്നെ സെലക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ 2 പേരും മാത്രമായി കമ്മ്യൂണിക്കേഷൻ, അവർ ബാക്കിയുള്ളവരുമായിട്ടുള്ള ബന്ധം വിട്ടു. അപ്പോൾ അങ്ങനെയുള്ള ഐലൻഡുകളാണ് ഉണ്ടാക്കുന്നത്. ഇനി ഐലൻഡ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ചാലോ, ഒറ്റയ്ക്ക് ഒരു പെയർ വേണ്ട, ഞാൻ നന്നായിട്ട് പഠിക്കാം, അവർ ഒരു സിംഗിൾ പില്ലറായിട്ട് എവിടെയും കണക്ട് ചെയ്യാത്ത, ബ്രിഡ്ജ് ചെയ്യാൻ പറ്റാത്ത, കണക്ട് ചെയ്യപ്പെടാത്ത പില്ലറായിട്ട് മാറുന്നു എന്നുള്ളതാണ്. വെള്ളത്തിൽ വെറുതെ നിൽക്കുന്ന പില്ലർ പോലെ. അങ്ങനെ നിർബന്ധപൂർവം ചിലപ്പോൾ ഒറ്റപ്പെട്ടിട്ട് സങ്കടപ്പെട്ടിട്ടുള്ള കുറേ കുട്ടികൾ എനിക്കറിയാം. ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് വലിയ വികാരങ്ങളോ വലിയ ചിന്തകളോ വലിയ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. ടൈം പാസ് എന്നുള്ളതായി മാറിയിരിക്കുന്നു. കാരണം അച്ഛനും അമ്മയും ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജീവിതത്തിലെ പ്രാരബ്ധം അറിഞ്ഞിട്ടില്ല, സമയത്തിന് വിലയില്ല, സ്നേഹത്തിന് വിലയില്ല,
ശ്രദ്ധ വേണ്ട, അംഗീകാരം വേണമെന്ന് ആഗ്രഹമില്ല, വിശ്വാസം ആരിലുമില്ല, സ്വാതന്ത്ര്യം തീരെയില്ല, സുരക്ഷാ ബോധം വല്ലാണ്ട് മാറിയിരിക്കുന്നു, ബഹുമാനില്ല, മാതൃക എന്ന് പറയാൻ ആരെയും കാണുവാനോ പഠിക്കാനോ ഒന്നും പഠിച്ചിട്ടില്ല. കാരണം നമുക്ക് കുറേ മാതൃകാ പുരുഷന്മാരുണ്ട്. മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ബുക്കുണ്ട്. 1000 പേരുടെ പേര് മാത്രം എഴുതി വെച്ചിട്ടുള്ള പുസ്തകമാണ്. എന്തിനാണ് എഴുതിയത്? ഇവരൊക്കെയാണ് നമ്മുടെ റോൾ മോഡൽസ്. അങ്ങനെ ഒരു റോൾ മോഡലും അവർക്കില്ല. അതാണ് സ്ഥിതി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത് മനുഷ്യന്മാരുടെ ചിന്തകൾ, മാതാപിതാക്കളുടെ വ്യത്യസ്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ 1, 2, 3, 4, 10 എന്ന് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. കാരണം വ്യത്യസ്തമായ പ്രായക്കാർ, വ്യത്യസ്തമായ കൂട്ടുകെട്ട്, വ്യത്യസ്തമായ സിറ്റുവേഷൻസിലൊക്കെയാണ്. പക്ഷെ ഏറ്റവും മിനിമം പറഞ്ഞാൽ സ്നേഹിക്കുക, ശ്രദ്ധിക്കുക, ലവ്, ലിസൺ, ലേൺ ആൻഡ് ലീഡ്. 4L റൂൾ എന്നാണ് ഞാൻ പറയാം. ലവ്, ലിസൺ, ലേൺ ആൻഡ് ലീഡ്. നിർബന്ധിക്കാതെ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിക്കുക, നിബന്ധനകളില്ലാതെ, കണ്ടീഷണൽ അല്ലാത്ത. ലിസൺ, അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ചെറിയ പ്രായം മുതൽ. എന്ന് വെച്ചാൽ കുറേ സമയം കൂടെ വേണം. ലേൺ, ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്, അപ്പോൾ അവരെ പഠിക്കുക നന്നായിട്ട്. ഉപദേശത്തിലൂടെയല്ല, നമ്മൾ മാതൃകയായിട്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരാളെ മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാൻ ചെറിയ പ്രായം മുതൽ അവരെ അതിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കണം. കുട്ടികൾ നമ്മുടെ സ്വത്തല്ല, അത് നമ്മുടെ കയ്യിലൂടെ ലോകത്തിൽ വന്നിട്ടുള്ള വലിയൊരു നിധിയാണ്, സ്വത്തല്ല. അതിന് നമുക്ക് വലിയ നിയന്ത്രണമൊന്നുമില്ല. ആ നിധി ഗവൺമെൻറ്റിന് കിട്ടുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടിയെ ഏൽപ്പിക്കാൻ സാധിക്കണം. എങ്ങനെ? അമൂല്യമായ ഒരു നിധിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെ തലമുറകൾ മാറുമ്പോൾ മാതാപിതാക്കളുടെയൊക്കെ റോളുകൾ മാറിയിട്ടുണ്ടെങ്കിലും ഈ സങ്കല്പം മാറരുത് എന്നാണ്. പരമ്പരാഗതമായിട്ടുള്ള കൂട്ടുകുടുംബം നമുക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ കഥ മക്കളോട് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമ്മൾ അങ്ങനെയല്ല ഈ കാലത്തുള്ളത്. ഇപ്പോൾ ബേബി ബൂമേഴ്സ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്, അതിൻ്റെ ലാസ്റ്റ് എഡ്ജിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ബ്രദേഴ്സൊക്കെ ബേബി ബൂമേഴ്സാണ്. ഈ 1945 മുമ്പ് ജനിച്ചിട്ടുള്ളവരെയാണ് നമ്മൾ ട്രഡീഷണൽ ജനറേഷൻ അല്ലെങ്കിൽ പരമ്പരാഗതമായ തലമുറ എന്നൊക്കെ പറയാം. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബ്രദേഴ്സും ഒക്കെ അതായിരുന്നു. ഞാനാണ് യങ്ങസ്റ്റ്. ആ കാലഘട്ടത്തിൽ ഇപ്പം ബേബി ബൂമർ ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അടുത്ത ജനറേഷനിലും എന്നെ ചേർക്കാം. വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം, സർക്കാർ ജോലി. ഇന്നിപ്പോൾ കണ്ടു ഒരു മെയിൻ ന്യൂസ്, ആന്ധ്രാപ്രദേശിലുള്ളൊരു പയ്യൻ IIT പാസ്സായി. അവന് 19 ഗവൺമെൻറ് ജോലികളാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. വേക്കൻസി ഇല്ലാത്തതുകൊണ്ടല്ല കിട്ടാത്തത്. അന്ന് തീരെ ഗുണമില്ലാത്തവനും കിട്ടുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഗുണമുള്ള ആരെയും കിട്ടാനില്ല. അതുകൊണ്ട് വേക്കൻസികൾ വെറുതെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഒരേ ജോലി 19 ആൾക്ക് കിട്ടുന്നത്. കഠിനാധ്വാനം നല്ലപോലെ ചെയ്തിട്ടുള്ള ഒരു ജനറേഷനാണ് നമ്മുടെ ജനറേഷൻ. ജെനക്സ് എന്ന് പറയുന്ന ഒരു ഇപ്പോഴുള്ള ഒരു 1980 വരെയൊക്കെ ജനിച്ചിട്ടുള്ളവർ. ടെലിവിഷൻ വന്നു, ഫോൺ വന്നു, പുസ്തകങ്ങളുടെ ക്രമം മാറി, അത് നോക്കുന്നത് മാറി, അച്ചടക്കം കുറഞ്ഞു, മാതാപിതാക്കളുടെ ശൈലി മാറി, ഡോക്ടർ, എഞ്ചിനീയർ, സർക്കാർ ജോലിയൊക്കെ വ്യത്യസ്തമായിട്ട് മാറി. ജെൻസി എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്ന ഒരു 96-ന് ശേഷം ജനിച്ചിട്ടുള്ള കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും മൊബൈലും. വേൾഡിൽ പോയി പഠിക്കണം. എല്ലാവരുടെയും ആഗ്രഹം അമേരിക്കയിൽ പഠിക്കണം, യൂറോപ്പിൽ പോയി പഠിക്കണം. നമ്മളിപ്പം ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ, യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ, ലണ്ടനിലൊക്കെ പോയി കഴിഞ്ഞാൽ 5000 പേരുടെ കോൺവക്കേഷനിൽ നമ്മൾ കാണുന്ന ഒരു 2500 പേര് ഇന്ത്യക്കാരും ബാക്കി കുറേ ആൾക്കാർ ഈ ഏഷ്യൻ കൺട്രികളിൽ നിന്നും, പിന്നെ ഒരു 10% 20% മാത്രം വെസ്റ്റ് നിന്നുമാണ്. നമ്മുടെ പോപ്പുലേഷൻ വലിയൊരു പ്രോബ്ലമാണ്. ജെൻസി എന്ന് പറയുന്നത് ഇന്നത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ്. അവർക്ക് AI പഠിക്കേണ്ട കാര്യമില്ല, AI ചെയ്തോളും എന്നുള്ള ധാരണ ഇതാണ്. ഓൺലൈൻ പഠനം കൂടുതൽ, ട്യൂഷൻ കൂടുതൽ, ക്ലാസ് മുറികളിൽ ശ്രദ്ധയില്ല, തീരെ ശ്രദ്ധയില്ലാത്തൊരവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത്. എന്നെ കേൾക്കണം, എന്നെ വിശ്വസിക്കണം, എൻ്റെ സ്വകാര്യത മാനിക്കണം, എൻ്റെ സെൽഫിയുടെ ലോകമായി മാറിയിരിക്കുന്നു. അവരുടെ ഫോൺ നോക്കിയാൽ അച്ഛൻ്റെ അമ്മയുടെ പടം കൂടി കാണില്ല. ചിലപ്പോൾ അവൻ്റെ പടം മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന 1-2 ആൾക്കാരുടെ പടം കാണുമായിരിക്കും. എന്ത് തെറ്റ് ചെയ്താലും അവരെ കുറ്റം പറയരുത്, ഉപേക്ഷ പറയരുത്, ഒന്നിലും കുറ്റപ്പെടുത്തരുത് എന്ന് തോന്നുന്നൊരു കാലം. നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ കാത്തിരിക്കുമായിരുന്നു വഴക്ക് കേൾക്കാൻ. കിട്ടുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ കിട്ടില്ല എന്നവർക്ക് ഉറപ്പാണ്. കാരണം അച്ഛനും അമ്മയ്ക്കും ഭയമാണ്. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ, അവരെന്തെങ്കിലും ചെയ്താൽ എന്തു ചെയ്യും? ആകെ ഒന്നേ ഉള്ളൂ. അല്ല, 5 ആളുണ്ടെങ്കിലും ഒരാൾ പോയാൽ സങ്കടം ഒരേപോലെ തന്നെയാണ്. പക്ഷെ അതല്ല, വിട്ടുപോകും. കാരണം കുട്ടികൾക്കറിയാം ഈ സ്വത്തൊക്കെ എൻ്റെ കയ്യിൽ വരാൻ പോകുന്നതാണെന്ന്. ഇവരെന്തായാലും ആർക്കെങ്കിലും ഡൊണേഷൻ കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ ഓൾറെഡി ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നുള്ള വിശ്വാസമാണ്. അങ്ങനെ തമാശയുള്ള കുറേ കഥകൾ എനിക്കുണ്ടായിട്ടുണ്ട്, ഞാൻ കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ മനുഷ്യസ്നേഹം, സൃഷ്ടിപരത, അല്ലെങ്കിൽ
നമ്മൾ എന്തൊക്കെയാണ് പഴയ കാലം ഇന്നത്തെ കാലം എന്നൊക്കെ ആലോചിക്കേണ്ട സമയം വല്ലാതെ മാറിയിരിക്കുന്നു. ഞാനൊരു 40 മിനിറ്റ് സംസാരിക്കുന്ന വിചാരിച്ചത്. എനിക്ക് തോന്നുന്നു 40 മിനിറ്റ് സംസാരിച്ചു മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ സാധിക്കുമെങ്കിൽ, മാറ്റം വരുത്താൻ സാധിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് കൂട്ടായി ആലോചിക്കാനുള്ള ഒരു കൂട്ടായ്മയായിട്ട് ഇതിനെ കരുതിയാൽ മതി. അല്ലാതെ ഒരാൾ കൊടുക്കുന്ന ലെക്ചറായിട്ടോ ഒരാൾ പറയുന്ന കാര്യം ബാക്കിയുള്ളവർ അനുസരിക്കാൻ വേണ്ടിയിട്ടോ ഉള്ളതായിട്ട് കരുതരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയൊക്കെ എനിക്കിപ്പോൾ പറയാനുള്ളൂ. കുറച്ചുകൂടി പറയാം, പക്ഷെ മതി. എനിക്ക് തോന്നുന്നു 40-45 മിനിറ്റ്, 40 മിനിറ്റിനടുത്തായി പറയുന്നു.